നിസ്കാരത്തിന്റെ ജമാഅത്തിലും സംബന്ധിക്കാൻ കഴിയാത്തവർ സുബ്ഹിന്റെ ജമാഅത്തിലും അസ്റിന്റെ ജമാഅത്തിലും ഈ രണ്ട് ജമാഅത്തുകളെങ്കിലും സൂക്ഷിക്കണം. എന്തേ കാരണം? ആ രണ്ട് ജമാഅത്തിലും രണ്ട് തരം മലക്കുകൾ വരുന്നുണ്ട്. രണ്ട് കൂട്ടം മലക്കുകൾ സംബന്ധിക്കുന്ന ജമാഅത്ത് ഒന്ന് സുബ്ഹിന്റെ ജമാഅത്താണ്, മറ്റൊന്ന് അസ്റിന്റെ ജമാഅത്താണ്. അസ്റിന്റെ ജമാഅത്തിന് സഹോദരങ്ങളെ സുബ്ഹിക്ക് വന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട്. അവർ അസ്റിന്റെ ജമാഅത്തും കഴിഞ്ഞിട്ടാണ് മേൽപോട്ടേക്ക് ഉയരുക. അസ്റിന്റെ ജമാഅത്തിൽ പുതുതായി വരുന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട്. ആ മലക്കുകൾ അസ്റിനും ഉണ്ട്. മഗ്രിബിനൊരു കൂട്ടം മലക്കുകളെ ഉള്ളൂ, ഇശാഇനൊരു കൂട്ടം മലക്കുകളെ ഉള്ളൂ. അസ്റിന് വന്ന മലക്കുകള് സുബ്ഹിക്കും ഉണ്ട്. സുബ്ഹിക്ക് പുതിയൊരു തരം മലക്കുകൾ വരുന്നുണ്ട്. അപ്പൊ രണ്ട് കൂട്ടം മലക്കുകൾ സംബന്ധിക്കുന്ന രണ്ട് നിസ്കാരമാണ്, ഒന്ന് അസ്റും മറ്റൊന്ന് സുബ്ഹിയും. അതെങ്കിലും സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വലിയ പവിത്രതയുള്ള നിസ്കാരമായി അതേ അസ്ർ നിസ്കാരത്തെ എണ്ണിയിട്ടുണ്ട്. ഹാഫിദൂ അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ. എല്ലാ നിസ്കാരങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു നിസ്കാരം എടുത്തു പറഞ്ഞു വസ്സലാത്തിൽ വുസ്താ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ആയത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ സ്വലാത്തുൽ വുസ്താ ഹിയൽ അസ്റു, അത് അസ്ർ നിസ്കാരമാണ്. വിവിധ അഭിപ്രായങ്ങളുണ്ട്. മഹാനവറുകൾ പ്രബലപ്പെടുത്തിയ അഭിപ്രായമാണ് അത് അസ്റാണ്. അസ്ർ നിസ്കാരം നന്നായി ശ്രദ്ധിക്കണം. അസ്ർ ഒഴിവാക്കുന്ന മനുഷ്യന് ഫകഅന്നമാ ഉത്തിറ അഹ്ലുഹു വമാലുഹു. അസ്ർ നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരൊക്കെ പറയട്ടെ, അസ്ർ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ കുടുംബത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല, സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല.